ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതാ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടുണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ 7 മണിക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞത് 7 മണി 8 മണിയും കഴിഞ്ഞ് 9 മണിക്കാണ് കേട്ടോ. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഒരു ട്രിപ്പ്, എത്ര സമയത്തിന് പറഞ്ഞാൽ ആ സമയത്ത് ആരും പുറപ്പെടില്ലല്ലോ അല്ലേ. അപ്പോൾ അത് ഹസ്ബൻഡ് വന്നിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അതും ഫാമിലിക്കും ഫാമിലിയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടോ, അതിൻ്റെ സൗണ്ട് ഇങ്ങനെ അലക്കുട്ടോ, അത്രക്ക് സൗണ്ടായിരുന്നു. നല്ല അടിപൊളി ഭംഗിട്ടോ കാണാൻ, ഒന്നും പറയാനില്ല, രക്ഷയില്ല. കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ നമ്മളെല്ലാവരും. അത്രക്ക് ഭംഗിയിലാണ് കേട്ടോ അവിടെ ഇങ്ങനെ വീകുന്നത്. അപ്പോൾ ഈ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലൂടെ കേട്ടോ നമ്മൾ യാത്ര പോയിരുന്നത്. ചുറ്റുപാടും മലകളും വെള്ളച്ചാട്ടവും അങ്ങനെ അടിപൊളി വഴികളിലൂടെ കേട്ടോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെ 2 ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലിയും കൂടിയാണ് കേട്ടോ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്കാടംപുഴ ഫോഗി മൗണ്ടനിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ അവിടെ വന്ന് ഇറങ്ങിയ പാടാണ് കേട്ടോ. അപ്പോൾ അതാ മൊത്ത ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ച് അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറി കേട്ടോ. ടിക്കറ്റ് എടുത്ത് കയറിയേക്കുമ്പോൾ ഞങ്ങളുടെ കാല് കുത്തിയത് മഴ പെയ്യാൻ തുടങ്ങി. അതുവരെ മഴയില്ലായിരുന്നു. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറിയതും പെട്ടെന്ന് മഴ പെയ്തിട്ടോ. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ എനിക്ക് മഴ കൊള്ളാനൊരാഗ്രഹം. അങ്ങനെ ഞാൻ മഴയും കൊണ്ട് അങ്ങനെ നടന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ മഴ പെയ്ത് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തണുപ്പ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല, പക്ഷെ വെള്ളത്തിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ മഴയൊക്കെ തോന്നുന്നു. ഞങ്ങൾ ഓരോ റൈഡിലും ഇങ്ങനെ കയറാൻ തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ പേടിയൊക്കെ മാറി കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് ഈ പാർക്ക് കാണാൻ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഫസ്റ്റായിട്ട് കയറാൻ പോകുന്നത് ഊഞ്ഞാലിലാണ് കേട്ടോ. അപ്പോൾ ഇതാ അത് ഊഞ്ഞാലിൽ ഞങ്ങൾ കയറിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഊഞ്ഞാലിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇതൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ത്രില്ലായിട്ട് കയറിയതാണ്. പക്ഷെ ഞങ്ങളിത് വലിച്ചൊരു കുന്നിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് പിന്നെ ഒരു വിടലുണ്ട് കേട്ടോ. ആ വിടലിൽ നമുക്കൊരു കാളലുണ്ടാവും. പിന്നെ ആ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ആടട്ടോ. അപ്പോൾ ഇങ്ങനെ പറക്കണ പോലെയൊക്കെ തോന്നും. ഞാനിങ്ങനെ ചിറകിടത്തി പറക്കാനൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും അവിടെ നടക്കില്ല. അപ്പോൾ നടക്കണ പോലെ ഞാൻ എന്തായാലും അവിടെ പറന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ പാർക്ക് ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ അങ്ങനെ കേട്ടോ. അപ്പോൾ വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോന്നിലും ഇങ്ങനെ കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ്. ഞാനൊക്കെ ആദ്യം പാർക്കിൽ പോയാൽ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ കുട്ടികളൊപ്പം നമ്മളും എൻജോയ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുണ്ടായതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ റൈഡിലൊക്കെ കയറാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ധൈര്യം കൂടിയ പോലെ തോന്നാം കേട്ടോ. ആദ്യമൊക്കെ ഒരു പേടിയുള്ളൊരു സ്വഭാവമായിരുന്നു, അതൊക്കെ മാറി. ഇപ്പോൾ ഓരോന്നിലും ഹൈറ്റൊക്കെ പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഹൈറ്റ് പേടി മാറി. അങ്ങനെ കുറേയൊക്കെ സംഭവങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ റൈഡിലും കയറി താഴേക്ക് വന്നപ്പോൾ അത് അടിപൊളി ആർട്ടിഫിഷ്യൽ മഴയൊക്കെ ഇട്ടിട്ട് നല്ല തകർപ്പൻ ഡാൻസാണ് കേട്ടോ ബായികളൊക്കെ. അപ്പോൾ ആ ഡാൻസ് കണ്ടാൽ തന്നെ പാട്ടും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആർക്കായാലും ഡാൻസ് കളിക്കാൻ ഇങ്ങനെ വീതുമ്പോൾ കേട്ടോ. അപ്പോൾ കുറേ ഞങ്ങൾ ഡാൻസ് കളിക്കാതെ ഇങ്ങനെ ഒതുങ്ങി നിന്നിട്ടോ, ഒരു മടി കാരണം പിന്നെ എന്തായാലും വേണ്ടിയില്ല നമുക്ക് ഒന്ന് കളിച്ച് നോക്കാനിട്ട് ലാസ്റ്റ് ഞങ്ങളും കളിച്ചിട്ടോ.
അങ്ങനെ വെള്ളത്തിലുള്ള എല്ലാ കളിയും കഴിഞ്ഞിട്ടും അടിപൊളിയായി ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ ആഗ്രഹമൊക്കെ അവിടെ സഫലീകരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ നിന്ന് തിരിച്ചത്. അപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് നമുക്ക് കുട്ടികൾ മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി പാർക്ക് തന്നെയാണ് ഫോഗി മൗണ്ടെയിൻ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ടിക്കറ്റ് എടുത്ത് മുതലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് പോന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ട് വിറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.